എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിന്റെ മറ്റൊരു യൂറോപ്പ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇതുവരെയുള്ള വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഇതിനോടകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമല്ലോ അല്ലേ? ഇറ്റാലിയൻ പൈതൃക നഗരമായ ഫ്ലോറൻസിലെ കാഴ്ചകളാണ് സൈഡ് ലൈറ്റ്സിന്റെ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇറ്റലിയിലെ നവോത്ഥാനത്തിന്റെ ഈറ്റിലം എന്ന് പറയപ്പെടുന്ന ഫ്ലോറൻസ് നഗരം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. BC 59 നൂറ്റാണ്ടിൽ ഇറ്റലി ഭരിച്ചിരുന്ന ജൂലിയസ് സീസറുടെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണത്രേ ഫ്ലോറൻസ് നഗരം. ഇറ്റലിയിലെ പ്രമുഖ നദികളിലൊന്നായ അർണോ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലോറൻസ് നഗരം ടസ്കാനി എന്ന ഇറ്റാലിയൻ പ്രോവിൻസിന്റെ തലസ്ഥാനം കൂടിയാണ്. ആർത്തലച്ചൊഴുകുന്ന അർണോയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പൈതൃക നഗരം വളരെ വൃത്തിയായും മനോഹരമായിട്ടുമാണ് സംരക്ഷിച്ചിരിക്കുന്നത്. നദിക്കരയിലുള്ള ഈ വെഹിക്കിൾ പാർക്കിംഗ് ലോട്ടിൽ വളരെ കണിശതയോടുകൂടി പാർക്ക് ചെയ്തിരിക്കുന്ന ഈ വാഹനങ്ങൾ തന്നെ ഈ നഗരത്തിന്റെ ചിട്ടയുടെ ഒരു അടയാളമാണ്. വെനീസിലും റോമിലും എന്ന പോലെ ഫ്ലോറൻസിലും കാൽനടയായിട്ടായിരുന്നു ഞങ്ങളുടെ നഗരം കാണൽ. 2000ഓളം വർഷം പഴക്കമുള്ള ഫ്ലോറൻസിന്റെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ചും നവോത്ഥാന കാലത്തെ കെട്ടിടങ്ങളെയും തെരുവീഥികളെയും ഒക്കെ കുറിച്ചും ഞങ്ങളുടെ ഗൈഡ് ഈ യാത്രാവേളയിൽ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇറ്റാലിയൻ ഭാഷയിൽ വിയ എന്നറിയപ്പെടുന്ന നിരവധി ചെറുഗലികളിലൂടെ നടന്ന് ഒടുവിൽ ഞങ്ങൾ ഫ്ലോറൻസിലെ പ്രധാന സ്ക്വയറായ പിയാസ ഡെല്ല സിഗ്നോറിയ എന്ന സിഗ്നോറിയ സ്ക്വയറിലെത്തി. AD 1871 യൂണിഫൈഡ് ഇറ്റലി രൂപീകൃതമാകുന്നതുവരെ ഇറ്റലിയുടെ തലസ്ഥാനമായിരുന്നു ഫ്ലോറൻസ്. ഫ്ലോറൻസിലെ ഈ പ്രധാന സ്ക്വയറിന്റെ ഒരു വശത്ത് അക്കാലത്തെ ഗവൺമെന്റ് ഓഫീസുകളും മറ്റൊരു വശത്ത് രാജാക്കന്മാരുടെ കൊട്ടാരവുമാണ്. ഫ്ലോറൻസ് സന്ദർശിക്കുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഒത്തുചേരുന്ന ഒരു പ്രധാന സ്ഥലം തന്നെയാണ് ഈ സ്ക്വയർ. ഇറ്റാലിയൻ നവോത്ഥാന കാലത്ത് ലോകപ്രശസ്തരായ പല വ്യക്തികളും താമസിച്ചിരുന്ന സ്ഥലമാണ് ഫ്ലോറൻസ്. വിഖ്യാത കവി ഡാൻറ്റെ, ചിത്രശില്പകലാകാരന്മാരായിരുന്ന മൈക്കൽ ആഞ്ചലോ, ലിയനാർഡോ ഡാവിഞ്ചി, വാനനിരീക്ഷകനായിരുന്ന ഗലീലിയോ, രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന മോക്കിയവെല്ലി എന്നിവർ ഇവരിൽ ചിലർ മാത്രം. ഈ പ്രധാന സ്ക്വയറിനടുത്ത് തന്നെയാണ് 13-ാം നൂറ്റാണ്ടിൽ കവിയും ചിന്തകനുമായിരുന്ന ഡാൻറ്റെ താമസിച്ചിരുന്നത്. ഇവിടെ നിന്നും അധികം അകലെയല്ല വിഖ്യാതമായ സാന്റാ കോർസ കത്തീഡ്രൽ. ഡാൻറ്റെ, മൈക്കൽ ആഞ്ചലോ, മോക്കിയവെല്ലി തുടങ്ങിയ പ്രമുഖ വ്യക്തികളുടെ മൃതശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളതും സാന്റാ കോർസ കത്തീഡ്രലിൽ തന്നെയാണ്. ഈ ചുവരിൽ കാണിക്കുന്ന അടയാളം സൂചിപ്പിക്കുന്നത് AD 1557 അർണോ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ജലനിരപ്പ് എവിടം വരെ എത്തി എന്നുള്ളതാണ്. ഫ്ലോറൻസിലെ മറ്റൊരു പ്രധാന ആകർഷണമായ സാന്റാ മരിയ കത്തീഡ്രലും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇറ്റാലിയൻ ആർക്കിടെക്ചറിന്റെ എല്ലാ സൗന്ദര്യവും എടുത്തു കാട്ടുന്ന സാന്റാ മരിയ കത്തീഡ്രലിന്റെ ചുവരുകളിൽ സാക്ഷാൽ മൈക്കൽ ആഞ്ചലോ വരച്ച ചില ചിത്രങ്ങളും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു തെരുവോരത്ത് ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രശസ്തമായ മോണാലിസയെ വരയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ കലാകാരനെയും കണ്ടു. ലെതർ ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഫ്ലോറൻസ്. ലോകപ്രശസ്ത ലെതർ ഉൽപ്പന്ന ബ്രാൻഡായ സാക്ഷാൽ ഗുച്ചിയുടെ ജന്മദേശം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലൂടെയുള്ള നടത്തത്തിനിടയിൽ ലെതർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ധാരാളം കടകൾ കാണാനായി. ഫ്ലോറൻസിലെ പല തെരുവുകളിലൂടെ നടക്കുമ്പോൾ അതൊരു പൈതൃക നഗരമാണോ അതോ ഒരു തുറന്ന മാളാണോ എന്ന് സംശയം തോന്നിപ്പോകും. ലോകപ്രശസ്തമായ നിരവധി ഫാഷൻ ബ്രാൻഡുകളുടെ ഷോറൂമുകളാണ് പലയിടത്തും. പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന കടകൾ മുതൽ ഡിയോർ, ടിസോട്ട്, H&M, സെഫോറ തുടങ്ങിയ ലോകപ്രശസ്ത ബ്രാൻഡുകളുടെ ഷോറൂമുകൾ വരെ ഈ തെരുവോരങ്ങളിൽ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലെ വലിയ മാളുകളിൽ മാത്രം കാണാനാവുന്ന പല പ്രമുഖ ബ്രാൻഡുകളുടെയും ഷോറൂമുകൾ ഇവിടെ തെരുവോര കടകളായി നമുക്ക് കാണാം. ആധുനികതയെയും ഉപഭോഗ സംസ്കാരത്തെയും നവോത്ഥാനത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒപ്പം കൈപിടിച്ചു നടത്തുകയാണിവർ. പാരമ്പര്യവും പൈതൃകവും വിളിച്ചോതുന്ന കെട്ടിടങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് തലയുയർത്തി നിൽക്കുകയാണ് ലോകപ്രശസ്തമായ പല പ്രമുഖ ബ്രാൻഡുകളുടെയും ഷോറൂമുകളും. ഈ കാഴ്ചകളെല്ലാം കണ്ടു നടന്ന് ഒടുവിൽ ഒരിടത്തെത്തിയപ്പോൾ അവിടെ ഗംഭീരമായ സംഗീത പരിപാടി നടക്കുകയാണ്. യൂറോപ്പിലെ മിക്ക നഗരങ്ങളിലും ഇതുപോലെയുള്ള തെരുവോര സംഗീത പരിപാടികൾ പതിവ് കാഴ്ചകളാണ്. ധാരാളം പേരാണ് ഇത് കാണാനും ആസ്വദിക്കാനുമായി ഒത്തുകൂടിയിരിക്കുന്നത്. 2-3 മണിക്കൂർ നടത്തത്തിന്റെ ക്ഷീണം തീർക്കാനായി ഒരു ചായ കുടിച്ചാലോ എന്ന് കരുതി ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഒരേ ഭക്ഷണത്തിന്റെ നിരക്ക് 3 പ്രത്യേക തരത്തിലാണ് ചാർജ് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു ചാർജ്, പുറത്ത് ഓപ്പൺ എയറിൽ ഇരുന്ന് കഴിക്കുന്നതിന് മറ്റൊരു ചാർജ്, ഇതൊന്നുമല്ലാതെ ടേക്ക് അവേ ആയി പുറത്ത് കൊണ്ടുപോയി കഴിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ ചാർജ്. ഇനി റെസ്റ്റോറൻറ്റുകളിലൊന്നും കയറി വൻ തുക കൊടുത്ത് ചായയോ കാപ്പിയോ ഒന്നും വാങ്ങി കഴിക്കണ്ട, വെറുതെ ദാഹം അകറ്റിയാൽ മാത്രമെന്ന് കരുതുന്നുണ്ടെങ്കിൽ റോഡരികിൽ പബ്ലിക് ടാബുകളുണ്ട്. ഇവിടെ നല്ല ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാണ്. ഒടുവിൽ ഇറ്റലിയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായി അറിയപ്പെടുന്ന ഫ്ലോറൻസ് നാഷണൽ ലൈബ്രറിയും കണ്ടു. 4 മണിക്കൂറോളം നീണ്ട ഫ്ലോറൻസ് സന്ദർശനം പൂർത്തിയാക്കുമ്പോൾ കണ്ടത്
ഒരു പൈതൃക നഗരമായിരുന്നോ അതോ ഒരു തുറന്ന മാളായിരുന്നോ എന്ന സംശയം മനസ്സിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. സൈഡ്ലൈറ്റ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ യൂറോപ്യൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുപോലെ ചാനലിൽ കാണിച്ചിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ബൈ ബൈ.